നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഈ കാണുന്ന 3 ബോളുകളാണ് സംഖ്യാശാസ്ത്ര വിശകലനത്തിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഈ സംഖ്യാശാസ്ത്ര ഗണിതങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജനനത്തീയതി വിശകലനം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇനി വരാനിരിക്കുന്ന പ്രധാന ടേണിംഗ് പോയിന്റ്സുകൾ അത് എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ ഭാവിയിൽ ആരാകും എന്താകും എന്നുള്ളതല്ല, പ്രധാനമായും നിങ്ങളുടെ സ്വഭാവത്തെയും പ്രയത്നത്തെയും ആശ്രയിച്ച് വെച്ചിരിക്കുന്നു. ഇത് പറയാൻ കാരണം, പ്രയത്നം ചെയ്യാതെ യാതൊരു വ്യക്തിക്കും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്കായി സൃഷ്ടാവ് കരുതി വെച്ചിരിക്കുന്ന ടേണിംഗ് പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ നിന്നും അറിയാൻ സാധിക്കും. അതായത് ഇവിടെ ഈ ടേണിംഗ് പോയിന്റ്സ് എന്ന് ഉദ്ദേശിച്ചത് അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തിരിച്ചുവിടുന്ന ഓരോ പഴുതുകളും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ ജീവിതയാത്രയിൽ കരുതി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ടേണിംഗ് പോയിന്റ്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തേണ്ടതുമുണ്ട്, നിങ്ങളുടെ കടമയാണ്. പറയാൻ കാരണം, സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടികളിൽ കരുണയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അവരവർക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗം തന്റെ ജീവിത മാർഗമധ്യേ ഓരോ വ്യക്തികൾക്കും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി, ഇതറിയാൻ വേണ്ടി ഈ കാണുന്ന 3 ബോളുകളിൽ ഒന്ന് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രം മതി. ഈ കാണുന്ന ബോളുകളിൽ ഒന്ന് മാത്രം തിരഞ്ഞെടുക്കുക. അങ്ങനെ ഏതെങ്കിലും ഒന്ന് പ്രത്യേകം തിരഞ്ഞെടുത്താൽ പോരാ. നിങ്ങൾക്ക് നിങ്ങളുടെ ജനന തീയതി വരുന്ന അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ആദ്യത്തെ ബോളിൽ 1 നമ്പർ എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ജനന തീയതി 1 മുതൽ 4 വരെയാണ് നിങ്ങളുടെ ജനന തീയതിയുടെ അവസാനത്തെ അക്കം വരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതി 5 മുതൽ 9 വരെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ബോൾ സെലക്ട് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതി നിങ്ങൾക്ക് ഓർമ്മയില്ല, അല്ല എങ്കിൽ നിങ്ങളിപ്പോൾ സ്ഥലത്തില്ല എങ്കിൽ, ജനന തീയതി നിങ്ങൾക്കിപ്പോൾ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ബോളായിട്ടുള്ള ചോദ്യചിഹ്നമിട്ട ബോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാവുന്നു. അതാവുമ്പോൾ അതിൽ 1 മുതൽ 0 വരെയുള്ള എല്ലാ അക്കങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്ന് നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും ആദ്യം തന്നെ 1 മുതൽ 4 തീയതി വരെ ജനന തീയതി ആരംഭിക്കുന്ന ആദ്യത്തെ ബോളാണ് നിങ്ങൾ 1 സെലക്ട് ചെയ്ത ബോളാണ് ചെയ്തവരുടെ സംഖ്യാശാസ്ത്ര ഫലമാണ് ആദ്യം പറയുവാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ആലസ്യം വന്നു ചേരാമെങ്കിലും അതൊന്ന് തുടങ്ങിക്കിട്ടിയാൽ അത് പൂർത്തിയാക്കാതെ നിങ്ങൾ വിശ്രമിക്കില്ല. അതായത് അത് നിങ്ങൾ എത്ര പരിശ്രമിച്ചായാലും ശരി, അത് നടത്തിയെടുക്കുന്നതാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഈ ഒരു അസാധാരണ പ്രത്യേകത ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അധികം പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിതത്തിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ 180 ദിവസം കഴിയും തോറും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവ് എന്ന കണക്കിൽ നിങ്ങളുടെ ജീവിതം മാർഗമധ്യേ ഓരോ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഈ 150 ദിവസം എന്ന് പറഞ്ഞ് നമ്മൾ മാസങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 6 മാസം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഓരോ 6 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം എന്നോണം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാതെ സംഭവിച്ച വീഴ്ചകളിൽ നിന്നും കരകയറുവാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് ഒരു പഴുത് കരുതി വെച്ചിട്ടുണ്ട്. ആ പഴുതിലൂടെ വീണ്ടും ശക്തി ആർജിച്ച് ജീവിതം തിരികെ പിടിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, അതായത് വർഷത്തിൽ 2 പ്രാവശ്യം ഭാഗ്യം ദൈവാനുഗ്രഹം രൂപത്തിൽ വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ്. ഇനി അത് ഏത് തരത്തിലുള്ളതാണ് എന്ന് പറയാൻ പോകുന്നത്, നിങ്ങളുടെ ജനന തീയതിയുടെ പ്രത്യേകത അനുസരിച്ച് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അത് കേവലം ഒരു പെട്ടിക്കടയോ അല്ല എങ്കിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റോ ആകാവുന്നതാണ്. ഇതിൽ ഏത് എന്നുള്ളത് നിങ്ങളുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾ വിജയിക്കുന്നത് എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഇടപാടുകൾ നടത്തുമ്പോഴാണ്.
ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് നല്ല വാക്ചാതുര്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളോ സാധാരണക്കാരുടെ ഇടയിൽ പെട്ടെന്ന് വിറ്റഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് അതിലൊന്ന് വർഷത്തിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്യുവാനുള്ള ഈശ്വരാനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കും. രണ്ടാമത്തേത്, സ്വന്തമായി അധ്വാനിച്ച് അത് വിറ്റഴിച്ച് ആ അധ്വാന ഫലം ഉപജീവന മാർഗമാക്കുക. ഇത്രയുമാണ് ഈ ഒന്നാമത്തെ ബോൾ സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ന്യൂമറോളജി ഫലം പറയുവാനുള്ളത്. ഇനി അടുത്തതായി രണ്ടാമത്തെ ബോളായിട്ടുള്ള 5 എന്നെഴുതിയ ബോളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ജനന തീയതി ന്യൂമറോളജി ബേസ് ചെയ്ത് വരുമ്പോൾ ഓരോ 90 ദിവസം കൂടുന്തോറും ജീവിതത്തിൽ കരകയറുവാനുള്ള ഒരു മാർഗം എന്നോണം നിങ്ങളുടെ മുൻപിൽ ഓരോ അവസരങ്ങൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇത് മാസത്തെ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ ഈ 90 ദിവസം എന്നുള്ളത് 3 മാസം എന്നായിട്ട് കണക്ക് കൂട്ടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന മേഖല എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്. അതായത് ദൈവികവുമായി ബന്ധപ്പെട്ട തൊഴിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് ഒരു വരുമാന മാർഗമാവുകയും ചെയ്യും. അതോടൊപ്പം മനസ്സിനും ശരീരത്തിനും നല്ല സമാധാനവും സന്തോഷവും ആരോഗ്യവും കിട്ടുകയും ചെയ്യും. ഇതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ദൈവിക കാര്യങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ വിവിധ തസ്തികയിൽ ജോലികൾ പ്രവേശിക്കുക, അല്ലെങ്കിൽ ആധ്യാത്മിക പുസ്തകങ്ങൾ എഴുതുകയോ അതിൻ്റെ വിതരണമോ ചെയ്യുകയോ, അതുപോലെ തന്നെ ഈ പറഞ്ഞ തരത്തിലുള്ള, അതായത് ഈ ഭക്തിഗാനങ്ങളുടെ ശബ്ദരൂപത്തിലുള്ളതോ അല്ലെങ്കിൽ ഈ ചിത്രരൂപത്തിലുള്ളതോ ആയ മൾട്ടിമീഡിയ റെക്കോർഡുകൾ അത് വിതരണം ചെയ്യുക, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോവുകയോ ആകാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതും പറ്റിയില്ല എങ്കിൽ ഒരു കൂട്ടം ആളുകളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് അകലെയുള്ള ഏതെങ്കിലും ഒരു തീർത്ഥാടന പോയിന്റുകളിലേക്ക് ടൂർ പാക്കേജുകൾ ചാർട്ട് ചെയ്യുക. ഈ പറഞ്ഞതെല്ലാം പ്രകാരമുള്ള ഈ ആധ്യാത്മികത ഏത് ജോലിയിൽ നിങ്ങൾക്ക് ഏർപ്പെട്ടാലും നിങ്ങൾ ഒരിക്കലും അവിടെ പരാജയപ്പെടേണ്ടി വരില്ല. അത് പറയാൻ കാരണം നിങ്ങൾക്ക് ജന്മനാ ദൈവം ഒരു തലവര എന്നോണം ഇത് നിങ്ങളിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു ചെറുപ്പക്കാരനാണെങ്കിലോ അല്ലെങ്കിലോ ചെറുപ്പക്കാരി ആണെങ്കിലോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ പോലും ഭാവിയിൽ തീർച്ചയായും നിങ്ങൾ ഈ മേഖലയിലേക്ക് തിരിയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ ഉറപ്പായിട്ടും വന്നു ചേർന്നിരിക്കും. ഈ പറഞ്ഞതിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നതല്ല. അപ്പോൾ 5 എന്നെഴുതിയ ബോളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ജനനതിഥിയുമായി സാമ്യമുള്ള അക്കങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 90 ദിവസത്തിനുള്ളിൽ ഒരു ഭാഗ്യദായക നിമിഷം എന്ന കണക്കിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നിങ്ങൾ ഏതു മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് കൂടുതൽ ഉന്നതി നിങ്ങൾക്ക് വന്നു ചേരുന്നതെന്നും നിങ്ങളുടെ ജനന തീയതിയിൽ തന്നെ ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടറിഞ്ഞു പ്രവർത്തിച്ചാൽ അധികം പ്രയാസപ്പെടാതെ തന്നെ പരിപൂർണ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ബോൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുവാനുള്ളത്. ഇനി അടുത്തതായി അവസാനത്തെ ബോൾ തിരഞ്ഞെടുത്ത ആളുകളുടെ ന്യൂമറോളജി ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു ചന്ദ്രമാസം അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണെന്ന് തന്നെ പറയേണ്ടി വരും. മാത്രവുമല്ല, ഈ ന്യൂമറോളജി പ്രകാരം കാണുന്നത് നിങ്ങൾ ഏർപ്പെടുന്ന ഏതു മേഖലയിലാണെങ്കിലും അത് സൂക്ഷ്മമായി നിങ്ങൾ നിരീക്ഷിച്ച് അതിൻ്റെ വരും വരാഴികൾ നന്നായി ചിന്തിച്ച് മാത്രമേ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യരുത്. പറയാൻ കാരണം അന്യരെ ആശ്രയിച്ച് മാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് വർക്കർ എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. അതായത് ഈയൊരു മാസം ഈയൊരു തൊഴിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അടുത്ത മാസം മറ്റൊരു തൊഴിലെടുത്ത് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നു. അതിൻ്റെ അടുത്ത മാസം ഇതുമായി ബന്ധമില്ലാത്ത മറ്റൊരു തൊഴിൽ ഏർപ്പെടുകയോ അല്ല എങ്കിൽ തൻ്റെ കീഴിലുള്ള തൊഴിലാളികളെ കൊണ്ട് തൊഴിൽ ജയിച്ച് ലാഭമുണ്ടാക്കുന്നു. ഈ പറഞ്ഞത് പ്രകാരമുള്ള കാലാവസ്ഥയ്ക്ക് അനുസൃതമായി വളരെ ബുദ്ധിപൂർവം നിങ്ങൾ ഈ തൊഴിലുകൾ തിരഞ്ഞെടുത്ത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമാകും വിധം അത് ഉയർച്ചയിൽ എത്തിക്കുവാനുള്ള ഒരു സവിശേഷതമായിട്ടുള്ള ഒരു കഴിവാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഓരോ 30 ദിവസം കഴിയുന്തോറും നിങ്ങൾക്ക് ഓരോ സുവർണ അവസരങ്ങൾ മുന്നിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക എന്നതാണ് നിങ്ങളുടെ ജീവിത വിജയമായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ
ബോളായിട്ടുള്ള ചോദ്യചിഹ്നം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാനായി ആഗ്രഹിച്ചത്. വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.